എന്നും വിവാദമായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ യാത്രകളുടെ കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ, അതായത് 2022, 23, 24 എന്നീ വർഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ 38 വിദേശയാത്രകളുടെ ചെലവിന്റെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി എന്ന രൂപത്തിലാണ് ഈ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ പാർലമെന്റ് മറുപടിയിൽ കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിക്കുന്നത് 3 വർഷത്തിനിടെ നടത്തിയ 38 വിദേശയാത്രകൾക്കായി നരേന്ദ്രമോദി ചിലവഴിച്ചിരിക്കുന്നത് 258 കോടി രൂപയാണ് എന്നാണ്. അതിൽ ഏറ്റവും കൂടുതൽ ചിലവ് വന്ന യാത്ര നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് 2023 അമേരിക്കയിലേക്കാണ്. അമേരിക്കയിലേക്ക് അന്ന് നടത്തിയ സന്ദർശനത്തിന് ചിലവായത് 22 കോടിയിലേറെ രൂപയാണ്. എന്നാൽ ആശ്ചര്യകരമായ മറ്റൊരു വസ്തുത, 2024 നരേന്ദ്രമോദി നടത്തിയ അമേരിക്കൻ സന്ദർശനത്തിന് ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറഞ്ഞ തുകയാണ് ചിലവായിരിക്കുന്നത്, വെറും 15 കോടിയിലേറെ രൂപ. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2023 അമേരിക്കൻ സന്ദർശനം നടത്തുമ്പോൾ വരുന്ന ചിലവ് 22 കോടി രൂപയും, എന്നാൽ 24 സന്ദർശനം നടത്തുമ്പോൾ ചിലവാകുന്ന തുക 15 കോടിയിലേറെയും എന്ന് പറയുമ്പോൾ ഒരു വലിയ വ്യത്യാസം ഈ തുകയിൽ നമുക്ക് വളരെ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെയോ കേന്ദ്രത്തിലെയോ സംഘപരിവാറിന് വിധേയപ്പെട്ട ഒരു മാധ്യമം പോലും ഈ ചിലവിന്റെ കണക്കുകൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എല്ലാ വിദേശയാത്രകൾക്കും വലിയ ചെലവാണ് കേന്ദ്ര സർക്കാരിന് ഉണ്ടാകുന്നതെന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2022 മെയ്യിൽ നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യമായ നേപ്പാളിലേക്ക് നടത്തിയ സന്ദർശനത്തിന് പോലും 80 ലക്ഷത്തിലേറെ രൂപ കേന്ദ്ര സർക്കാരിന് ചെലവായി വന്നു. അതോടൊപ്പം 2023 മെയ്യിൽ ജപ്പാനിലേക്ക് നടത്തിയ സന്ദർശനത്തിനാകട്ടെ 17 കോടിയിലേറെ രൂപയാണ് ചെലവ് വന്നത്. ഈ ചെലവുകളുടെ പട്ടിക തിരിച്ചുള്ള കണക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും വ്യക്തമാകുന്നത് ഏറ്റവും കൂടുതൽ ചെലവ് അധികമായി വരുന്നത് മിസലേനിയസ് എക്സ്പെൻസസ് എന്ന കോളത്തിലാണ്. അത് എന്തിനായി ചെലവഴിക്കുന്ന തുകയാണോ എന്നോ ഇതിൽ ഏതൊക്കെ ചെലവുകളാണ് ഉൾപ്പെടുന്നതെന്നോ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും കേന്ദ്രത്തിന് വലിയൊരു സാമ്പത്തിക ബാധ്യതയായി നരേന്ദ്രമോദിയുടെ വിദേശയാത്രകൾ മാറുന്നു എന്നത് വ്യക്തമാണ്. പക്ഷേ നരേന്ദ്രമോദി ആവർത്തിച്ച് അമേരിക്കയിലേക്ക് സന്ദർശനം നടത്തിയ ശേഷവും അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തെന്ന് അവകാശപ്പെടുന്ന ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തിയതു മുതൽ ഇന്ത്യയിലെ വ്യാപാര മേഖലയ്ക്കും കഷ്ടകാലമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അമേരിക്ക ഒരു പുതിയ നയം നടപ്പാക്കുകയുണ്ടായി. അമേരിക്കയിലേക്കുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റീൽ, അലുമിനിയം ഇറക്കുമതിക്ക് 25% നികുതി ചുമത്താനായിരുന്നു അമേരിക്കയിലെ പുതിയ ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം. ഈ തീരുമാനം ചൈനയെ ലക്ഷ്യമിട്ടുള്ളതാണെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. കാരണം ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കയിലേക്കുള്ള സ്റ്റീൽ കയറ്റുമതി 2024 $450 മില്യൺ ആയിരുന്നു. അതേസമയം അലുമിനിയത്തിന്റെ കയറ്റുമതി $820 മില്യൺ. എന്തുകൊണ്ടായിരുന്നു അമേരിക്കയിലെ മുൻകാലങ്ങളിൽ വൻതോതിൽ ഇന്ത്യൻ സ്റ്റീൽ, അലുമിനിയത്തിന് വലിയ പ്രാധാന്യം അല്ലെങ്കിൽ വലിയ കസ്റ്റമർ ഗ്രൂപ്പ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അലുമിനിയം ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലെ സ്റ്റീൽ, അലുമിനിയം ഉൽപ്പന്നങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞ വിലയിൽ ലഭിക്കുമായിരുന്നു. അതോടൊപ്പം ഗുണമേന്മയുള്ളവയായിരുന്നു. എന്നാൽ ഈ പുതിയ നികുതി നയം നടപ്പാക്കുകയാണെങ്കിൽ ഈ വിലക്കുറവ് എന്ന കാര്യം തന്നെ ഇല്ലാതാവുകയും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി, സ്റ്റീൽ, അലുമിനിയം കയറ്റുമതി വൻതോതിൽ ബാധിക്കപ്പെടുകയും ചെയ്യും. അതോടൊപ്പം ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയെ നിർണായകമായി ബാധിക്കുന്ന ഒരു തീരുമാനവും ട്രംപ് ഭരണകൂടം എടുക്കാൻ തയ്യാറെടുക്കുകയാണ്. അത് ഇന്ത്യയിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മരുന്ന് ഇറക്കുമതിക്ക് അധിക നികുതി ചുമത്തുക എന്ന തീരുമാനമാണ്. അമേരിക്കയിൽ ഉപയോഗിക്കപ്പെടുന്ന ജനറിക് മരുന്നുകളിൽ പകുതിയോളം വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് എന്ന വസ്തുത പരിഗണനയ്ക്ക് എടുക്കുമ്പോഴാണ് എത്ര വലിയ തിരിച്ചടിയാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നത്. ട്രംപ് ഭരണകൂടത്തിന് ഇന്ത്യയോടുള്ള സമീപനം എന്താണെന്ന് ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെ കയ്യിലും കാലിലും ചങ്ങലകൾ ധരിപ്പിച്ച് ഇന്ത്യയിലേക്ക് നാട് കടത്തിയപ്പോൾ വ്യക്തമായതാണ്. എന്നാൽ ഈ
ട്രംപിനെ കാണാൻ ഉൾപ്പെടെ അമേരിക്കയിലേക്ക് മോദി നടത്തുന്ന നിരന്തരമായ സന്ദർശനങ്ങൾ വലിയൊരു സാമ്പത്തിക ബാധ്യത രാജ്യത്തിന് ഉണ്ടാക്കി വയ്ക്കുന്നു എന്നതിലുപരി ഒരു നയതന്ത്ര വിജയവും സ്വന്തമാക്കുന്നില്ല എന്നത് വ്യക്തമാണ്. എന്തായാലും നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ 3 വർഷത്തിനിടെ നടത്തിയ 38 വിദേശയാത്രകൾക്ക് ചെലവ് വന്നത് 258 കോടി രൂപയാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്.